റസൂൽ പറയാണ്, അയ്യു റജുലിൻ, ഏത് മനുഷ്യനാണ് ഖറജ മിൻ മൻസിലിഹി, അവന്റെ പൊരയിന്ന് ഇറങ്ങി, ഹാജ്ജൻ ഔ മുഅ്തമിറാ, ഹജ്ജിന് ഉദ്ദേശിച്ചിട്ടോ ഉംറക്ക് ഉദ്ദേശിച്ചിട്ടോ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങിയാൽ, കുല്ലമാ റഫഅ ഖദമൻ വവദഅ ഖദമാ, ഹജ്ജിനും ഉംറക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയവൻ അവൻ എടുത്തു വെക്കുന്ന ഓരോ കാലുകളുണ്ടല്ലോ, കുല്ലമാ റഫഅ ഖദമൻ, അവൻ കാലൊന്ന് പൊക്കിയാൽ, വവദഅ ഖദമൻ, മറ്റ് കാലൊന്ന് താഴ്ത്തിയാൽ. ഹാജിമാരെ, നിങ്ങളുടെ ഭാര്യമാർക്കും ഇതൊന്ന് പറഞ്ഞു കൊടുക്കണേ. തനാസറത്തിദ്ദുനൂബ് കമാ യതനാസറുൽ വറഖു മിനശ്ശജരി, ഉണങ്ങിയ ഇലകൾ മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നത് പോലെ ഹജ്ജിന് പുറപ്പെടുന്ന ആളുകൾ മക്കയിലെത്തിയാലല്ല, മദീനയിൽ സ്ഥലം പിടിച്ചാലല്ല, വീട്ടുപടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ഓരോ സ്റ്റെപ്പുകൾക്കും ദോഷങ്ങൾ ഒന്നൊന്നായി അവന്റെ ശരീരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴും കണക്കേ കൊഴിഞ്ഞു വീഴുന്നതാണ്. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ഈ നാട്ടിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നൊക്കെ പോകുന്ന എല്ലാ ഹാജിമാർക്കും അവരെ കൂടെ പോകുന്ന പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഈ ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇനി കേട്ടോളൂ, വൈദാ വറദൽ മദീന, ഹജ്ജിന്റെ ഹദീസ് പറഞ്ഞ സമയത്ത് മദീനയെ റസൂലുള്ള ഉടനെ കൊണ്ടുവന്നു. അങ്ങനെ അള്ളാന്റെ റസൂലിനെ അറിയാം, എന്നെ നെഞ്ചിലേറ്റുന്ന കോടാനക്കോടികളുണ്ട്, അവർ ഹജ്ജിന് ഉംറക്ക് വരികയാണെങ്കിലും മദീനയിൽ വരുമെന്ന് നേരത്തെ കൃത്യമായി അറിയുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം യമനിൽ നിന്ന് വന്ന ആളുകൾ ഹജ്ജിന്റെ വിശേഷവും ഔന്നത്യമോ അന്വേഷിച്ച സമയത്ത് അവർക്ക് കൊടുക്കുന്ന മറുപടിയിൽ മദീനയെ പ്രത്യേകമായി വിശാലമായി ഉൾപ്പെടുത്തി മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. വൈദാ വറദൽ മദീന, ആ ഹാജിയും ആ ഉംറക്കാരും മദീനയിൽ എത്തിയാൽ പിന്നെ ഹദീസിന്റെ ഒരു ഭാഷയുണ്ട്, വസഫനി ബിസ്സലാം. സ്വാഫഹ എന്ന് അറബിയിൽ പറഞ്ഞാൽ ഹസ്തദാനം ചെയ്യുന്നതിനാ പറയാം. കൈ ഇങ്ങനെ പിടിച്ചിട്ട് കയ്യടി, ഇതിനാണ് സ്വാഫഹ എന്ന് പറയാം. ഒന്ന് കുലുക്കിക്കാൻ, ഇതിനാണ് സ്വാഫഹ എന്ന് അറബി പറയാം. ഓ പടച്ചോനെ, ഹദീസിലുള്ള വാചകതാണ്. മദീനയിൽ എത്തിയിട്ട് വൈദാ സ്വാഫഹനി ബിസ്സലാം, സലാം കൊണ്ട് എന്നെ ഹസ്തദാനം ചെയ്താൽ നേരിട്ട അർത്ഥം. കളിയൊക്കെ കാര്യമില്ല, ഹദീസാണത്. ഹസ്തദാനം ചെയ്യുന്ന ആൺകുട്ടികൾ ഇന്നുണ്ട്, ഇന്നുണ്ട്, അത് എന്നുണ്ടാവും. ഇലാ യൗമിൽ ഖിയാമ അവരുടെ പ്രവാഹമായിരിക്കും മദീനയിൽ. വൈദാ സ്വാഫഹനി ബിസ്സലാം, അത് ആലങ്കാരികമാണോ? അങ്ങനെയാക്കാം. എന്നാൽ അനുഭവിച്ചറിയുന്ന ആശയങ്ങൾക്ക് അങ്ങനെയും പരിശ്രമിക്കാം. അവരെ എന്നെ സലാം കൊണ്ട് ആശ്ലേഷിച്ചാൽ സ്വാഫത്തുൽ മലായികത്തു ബിസ്സലാം, മദീനയിൽ വന്ന് എന്നോട് സലാം പറയുന്ന മുഹബ്ബീങ്ങളെ മലായികത്ത് ഹസ്തദാനം ചെയ്യുമേ. നബിയുനാ റസൂലുള്ളാഹി. ഹജ്ജുംറകൾക്ക് പോകുന്നവരെ, ഞാൻ ഈ വർഷം തന്നെ ഒരുപാട് ഹജ്ജിന്റെയും ഉംറയുടെയും ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇവിടെയും എടുത്തിട്ടുണ്ട്. എന്റെ നാട് വാണിയന്നൂർ എടുത്തിട്ടുണ്ട്, തലക്കടത്തൂർ ഓഡിറ്റോറിയത്തിൽ എടുത്തിട്ടുണ്ട്. അവിടെയൊന്നും ഞാൻ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ ഇത് സമ്മാനമായി അറിയിക്കുകയാണ്. മദീനയിൽ പോയി നിങ്ങൾ മുത്ത് റസൂലുള്ളാഹിനോട് സലാം പറയുമ്പോഴേക്ക് നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ കാത്തിരിക്കുന്നത് സാക്ഷാൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടിയാണ്. മറ്റുള്ള കോടാനക്കോടി മലക്കുകളാണ്. കാരണം മലക്കുകളുടെ തറവാടാണ്, മലക്കുകളുടെ കേന്ദ്രമാണ്, മലക്കുകളുടെ ആശയമാണ്, മലക്കുകളുടെ ഉറ്റുനോക്കുന്ന, അവരുടെ അഹടാദാകർഷിക്കുന്ന, അവരുടെ ശ്രദ്ധ മുഴുവനും തിരിയുന്ന, അവരുടെ അഭിമാനത്തിന്റെ, അനുമോദനത്തിന്റെ, അവരുടെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ കേന്ദ്രമാണ്
മദീനയാണ്, മദീന മദീന. അതുകൊണ്ട് എനിക്ക് സലാം പറഞ്ഞാൽ അവനെ ആശ്ലേഷിക്കാൻ മലക്കുകൾ മദീനയിലുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയാണ്. വഇദാ വറദൽ ഹലീഫ, അവര് ഇതിൽ ഈ ഹദീസില് ഹജ്ജ് ഉംറയും സിയാറത്തും എല്ലാം ഉൾപ്പെട്ട ഒരു ഹദീസാണ്. അങ്ങനെ അപൂർവ ഹദീസേ ഉള്ളൂ. ഒരുപാട് ഹദീസുകൾ ഹജ്ജിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയുന്ന ഹദീസുണ്ട്, ഉംറന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഹദീസുണ്ട്. പക്ഷെ ഹജ്ജും ഉംറയും മദീനയും സിയാറത്തും എല്ലാം കൂടി മീഖാത്തും ഒക്കെ കടന്നു വന്നൊരു ഹദീസാണിത്. വൈദാ വറദൽ ഹലീഫ, അവര് ദുൽഹുലൈഫയിൽ എത്തിയ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞിട്ട് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഇഹ്റാം ചെയ്യാൻ കിട്ടുന്ന മീഖാത്താണ് ദുൽഹുലൈഫ. ആ ദുൽഹുലൈഫയിൽ അവരെത്തിയാൽ, ഇനി അല്ലാത്ത ഏത് മീഖാത്താണെങ്കിലും അങ്ങനെ തന്നെ, ഹദീസിൽ വന്ന ഇതാണെന്ന് മാത്രം. അവര് ദുൽഹുലൈഫയിൽ എത്തിയാൽ വഗ്തസല, അവര് ഇഹ്റാമിന്റെ കുളിക്കുകയും ചെയ്താൽ, ഇഹ്റാമിന്റെ തൊട്ടുമ്പ് ഒരു കുളി സുന്നത്തുണ്ട്, ആ കുളി നടത്തുകയും ചെയ്താൽ തഹറഹുല്ലാഹു മിനദ്ദുനൂബ്, ഇനി എന്തെങ്കിലും ഒരു ദോഷം അവരിൽ ബാക്കിയുണ്ടെങ്കിൽ അവരാ കുളിക്കലോട് സകല ദോഷങ്ങളിൽ നിന്നും പടച്ചവൻ അവരെ ശുദ്ധീകരിക്കുമേ. നബിയുനാ റസൂലുള്ളാഹി. ഇഹ്റാമിന്റെ കുളി വന്നു, നീ കേട്ടോളൂ. വൈലാ ലബിസ സൗബൈനി ജദീദൈൻ, പുതിയ 2 വസ്ത്രം ധരിച്ചാൽ തന്നെ ഇഹ്റാമിന്റെ വസ്ത്രമാണ് പറയുന്നത്. ഒന്നും ഉടുക്കാനും ഒന്നും, അല്ലേ? നിങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളല്ലാത്ത ആരെങ്കിലും ഉണ്ട് ഇവിടെ? ഞാൻ വേറെ പുറത്തുനിന്നൊന്നും കൂട്ടണില്ല, ഈ ഹദീസിന്റെ നേരെ അർത്ഥം വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാണ്, കാരണം അതിനെ സമയമുള്ളൂ. അതുകൊണ്ടാണ് വൈദാ ലബിസ സൗബൈനി ജദീദൈനി, ഇഹ്റാമിന്റെ 2 വസ്ത്രം അവര് ധരിച്ചാൽ ജദ്ദദഹുല്ലാഹു മിനൽ ഹസനാത്ത്, ആ വസ്ത്രം ശരീരത്തിൽ ധരിക്കലോടെ എത്ര എന്താണെന്നൊന്നും അറിയില്ല, അല്ലാഹ് ഹസനാത്ത് അവർക്ക് പുതുക്കി അങ്ങോട്ട് പൊതിഞ്ഞു കൊടുക്കും, വസ്ത്രം മാറ്റുന്നത് പോലെ എന്ന് മുഹമ്മദ് മുസ്തഫ. പോരാ പോരാ, വൈദാ ഖാല, ഹാജിയും ഉംറക്കാരും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയലോടെ ഫഅജാബഹുല്ലാഹു റബ്ബുൽ ഇസ്സ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പ്രതികരിക്കുന്നതാണ്. ബിലബ്ബൈക വസഅദൈക യാ അബ്ദീ അസ്മഉ കലാമക വഅൻദുറു ഇലൈക. മീഖാത്തിൽ നിന്ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടുന്നവരെ, ഉംറക്ക് വേണ്ടി ഇഹ്റാം കെട്ടുന്നവരെ, തൽബിയത്ത് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് അടർന്ന് വീഴുന്നതോട് അത് ഏറ്റെടുത്തുകൊണ്ട് തിരിച്ച് പ്രതികരിക്കുന്നത് ഖാലിഖായ റബ്ബാണ്, മറക്കണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്നവനാണ് അവന്, നിങ്ങൾ എന്ത് ചിന്തിച്ചാലും കാണുന്നവനാണ് അവന്, നിങ്ങൾ എന്ത് തേടിയാലും ഉത്തരം നൽകുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹു നിങ്ങളോട് പറഞ്ഞിരിക്കും, കേൾക്കാനുള്ള ചെകിട് നമുക്കില്ല എന്ന് മാത്രം. അസ്മഉ കലാമക വഅൻദുറു ഇലൈക, നിന്റെ സ്വരം ഞാൻ കേൾക്കുന്നുണ്ട്, നിന്റെ തേട്ടം ഞാൻ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നിന്നെ ഞാൻ നോക്കുന്നുണ്ട്. എന്റെ അടിമയായ ഹാജി, നീ എന്ത് ചോദിച്ചാലും ഉത്തരം ഞാൻ നൽകുന്നതാണ്. ഇഹ്റാമാണ്ട് ചെയ്താല് പിന്നെ നരകം, ആ നരകത്തിന്റെ മേൽ നിങ്ങളുടെ ശരീരം ഹറാമാണ് മുഹമ്മദ് മുസ്തഫ. അല്ലെ, ഇഹ്റാം ചെയ്താല് തൽബിയത്ത് ചെല്ലുന്നതിനിടയിൽ ഇങ്ങനെ ദ്വാരക്കുമ്പോ ഞങ്ങളെല്ലാവരുടെ കാര്യത്തിലും ദ്വാരക്കണം. ഞാന് ബഹുമാനപ്പെട്ടവരെ ഏൽപ്പിക്കുകയാണ്, കാരണം 25 കൊല്ലം ഈ നാട്ടിൽ മുഅദ്ദിനായിട്ട് ഖിദ്മത്ത് ചെയ്ത ആളാണ്. ഞാൻ ഇടക്കാലത്ത് കയറുന്ന ഒരു ജന്തു ആണെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളെ കൂട്ടത്തിലൊക്കെ ഇനിയും പെടുത്തിയിട്ട് തന്നെ ആയിരിക്കും ദ്വാരക്ക ഇൻഷാ അല്ലാഹ്. അതല്ല അങ്ങനെയല്ല ഉണ്ടാകുക. ഞാനിപ്പോ 1 കൊല്ലമായിട്ടുള്ളൂ, എന്നാൽ നിങ്ങളെ കൂടെ 25 കൊല്ലം ബഹുമാനപ്പെട്ടവരുണ്ടായിട്ടല്ലല്ലോ. അപ്പൊ ആ കെയർ ഓഫിലെ ഇടക്കാലത്ത് കയറി വന്ന ആളുകൾക്ക് ഇടയിൽ ഇനിയും കയറ്റും. ഈ ഹദീസെങ്കിൽ ഓർത്തിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ അവരെന്ത് ദ്വാരുന്നാലും ഉത്തരം റെഡിയാണ്. എപ്പോ കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല, ഉത്തരം റെഡിയാണ്. കേട്ടോളൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് എന്റെ തലയിൽ അല്ലാഹു കോറി വെച്ച് തന്ന ഹദീസാണ്. ഞാൻ ഇന്ന് രാവിലെയാണ് ഈ ഹദീസ് കിതാബ് നോക്കി മനസ്സിലാക്കിയത്. സുബ്ഹാനല്ലാഹ്, ഹദീസിന്റെ വാക്കുകളായത് കൊണ്ട് തെറ്റാനും പറ്റൂല, അതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ടാണ് മനസ്സിൽ നിന്ന് എടുത്തു പറയുന്നത്. അങ്ങനെ തൽബിയത്തിന് ശേഷം മുസ്തഫ നബി പറയുകയാണ്, വൈദാ ദഖലൽ മക്ക,
മദീനയിൽ വറദാന്ന് പറഞ്ഞേ, മക്കയിലെത്തിയപ്പോ ദഹലാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പറയാം. മദീനയിൽ വന്നതിനെ കുറിച്ച് പറഞ്ഞത് വറദാന, മക്കയിൽ കയറിയതിനെ കുറിച്ച് ദഹലാന്ന് പറഞ്ഞു. വൈദാ ദഖലൽ മക്ക, മക്കയിൽ അവർ പ്രവേശിച്ചാൽ വതവാഫ, ബൈത്തിനെ തവാഫ് ചെയ്താൽ, ഇതൊക്കെ പറയുമ്പോ ആ കാബ ഇങ്ങനെ കൽബിക്ക് വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാ പോകാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു പെട്ടെന്ന് അവിടെ എത്തിക്കട്ടെ. അള്ളാഹു താല പെട്ടെന്ന് അവിടെ എത്തിക്കട്ടെ. വതവാഫ, കാബ ഇങ്ങനെ ചുറ്റുമ്പോ വസഅ ബൈന സഫാ വൽ മർവ, സഫാ മർവന്റെ ഇടയിൽ സഅയ് ചെയ്യുമ്പോ സുബ്ഹാനമൻ ജല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വാസലഹുല്ലാഹു ബിൽ ഖൈറാത്ത്, അല്ലാഹ് ഖൈറാത്ത് അവർക്ക് അങ്ങോട്ട് ചൊരിഞ്ഞി ചേർത്തി കൊടുക്കും. മുഹമ്മദ് മുസ്തഫ. ഇനി കേട്ടോളൂ, ഇനി കേട്ടോളൂ. വൈദാ വഖഫൂ ബിൽ അറഫാത്ത്, അറഫാത്ത് എന്ന് പറഞ്ഞ ആ സ്ഥലത്തിനാണ് പറയുന്നത്. അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9. രണ്ടും കൺഫ്യൂഷൻ ആയിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. വൈദാ വഖഫൂ ബിൽ അറഫാത്ത്, അറഫാത്തിന്റെ ഭൂമിയിൽ അവരങ്ങ് നിന്നാൽ വല്ലാത്തൊരു നൃത്തമാണ്, വല്ലാത്തൊരു രംഗമാണ്, വല്ലാത്തൊരു ഹൃദയമടിപ്പാണ്. കണ്ണിന്റെ കുഴിയിൽ നിന്ന് കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് കുടുകുടാ ചാലിട്ടൊഴുകുകയാണ്. എന്തിനാണെന്നറിയില്ല, ആർക്കാണെന്നറിയില്ല. ഹൃദയം ചാടും പോലെ, ശരീരം വിറക്കും പോലെ, അക്ഷരങ്ങൾ തെറ്റും പോലെ, സ്വരം ഇടറും പോലെ, വാക്കുകൾ പതറും പോലെ. അങ്ങനെ തന്നെയാണ് ഹദീസിലുമുള്ളത്. വലജ്ജത്തിൽ അസ്വാതു ബിൽ ഹാജാത്ത്, ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശബ്ദമങ്ങ് പൊട്ടിക്കരഞ്ഞ് മുഖരിതമാകുമ്പോൾ അല്ലാ അല്ലാ, ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ഭൂമിയിൽ നിന്നിട്ട് ശബ്ദം അങ്ങോട്ട് കരഞ്ഞിട്ട് കേറല്ലേ. ഫയഖൂലുല്ലാഹ്, അല്ലാഹ് പറയും, യാ മലായികത്തി വസുക്കാന സമാവാതി, എന്റെ മലക്കുകളെ, ആകാശലോകത്ത് താമസിക്കുന്നവരെ, അമാ തറൗന, കാണില്ലേ നിങ്ങള്? അല്ലാഹു തആല അഭിമാനത്തോടെ മലക്കുകളെ വിളിച്ചിട്ട് കാണില്ലേ നിങ്ങൾ വരെ എന്ന് പറയുമ്പോ ആ കൂട്ടത്തിൽ കയറാൻ പറ്റുന്ന മലയാളികൾ 2024 എത്ര പേരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പള്ളിയിലുണ്ട് അവര്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അമാ തറൗന, കാണില്ലേ നിങ്ങള്? ഇലാ ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ കാണില്ലേ? എന്നിട്ട് അല്ലാഹ് പറയാ, അതൗനി മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എത്ര ദൂരന്നാണ് ഐറ്റങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത്, കഷ്ടപ്പെട്ട് വന്നല്ലേ. അൻഫഖു അംവാലഹും, എത്ര പൈസയാണ് അവർ ചെലവാക്കിയത്. 5 ലക്ഷം, 6 ലക്ഷം, 8 ലക്ഷം, 15 ലക്ഷം, കുടുംബസമേത 25 ലക്ഷം, 30 ലക്ഷം ഒക്കെ ചെലവാക്കി വന്ന ആളുകളെ നിങ്ങൾ കണ്ടില്ലേ? അൻഫഖു അംവാലഹും, അവരുടെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടാണ് അവർ വന്നത്. വഅതഅബൂ അബ്ദാനഹും, അവരുടെ ശരീരമെല്ലാം വളരെ ക്ഷീണിച്ചിരിക്കുന്നു. നിങ്ങൾ അവരെ കണ്ടില്ലേ മലായിക്കത്തെ? എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, ശരീരം ക്ഷീണിച്ചുകൊണ്ട്, സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട്, കഷ്ടപ്പെട്ട് ലോകത്തിന്റെ അഷ്ടദിക്കിൽ നിന്നായി അറഫയിൽ ഒരുമിച്ച് കൂടിയ ആളുകളില്ലേ, ഫവഇസ്സതി വജലാലി വകറമി ലഉഖ്രിജന്നഹും കയൗമ വലദത്ഹും മാതു, അവരുടെ ഉമ്മമാര് വയറ്റിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രസവിച്ച സമയത്ത് എത്രമേൽ അവർ പരിശുദ്ധരാണോ, അതുപോലെ ഒരു കറയുടെ പുരൾ പോലുമില്ലാത്ത, ഒരു അസണ്ടയുടെ ലവലേശ സ്പർശനമില്ലാത്ത, ഒരു ദോഷത്തിന്റെ ലാഞ്ചനയില്ലാത്ത അവസ്ഥയിൽ പരമപരിശുദ്ധരായി അവരെ ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്, മാറ്റുകയാണ്. മലക്കുകളെ, അറഫാത്തിൽ പരന്നു കിടക്കുന്ന ലക്ഷങ്ങളായ അടിയാറുകളെ നോക്കി ഉടയവനായ പടച്ചവൻ അവന്റെ അടിമകളായ മലക്കുകളോട് അഭിമാനം പറയുമേ, നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹജ്ജ് ഉംറ ക്ലാസ് എടുക്കുന്ന ഇർഷാദ് പ്രഭാഷകന്മാർക്ക് ഈ ഹദീസ് ധാരാളമാണ്. ഇതിൽ എല്ലാ വിഷയങ്ങളുണ്ട്. കിതാബ് വെച്ച് ഞാൻ പറഞ്ഞതായിരുന്നു, എഴുതിയെടുത്താൽ മതി. ഇനി ഒന്നും മുഴുവനായിട്ട് തഹല്ലുലായിട്ട് ചെല്ലോ. തഹല്ലുൽ ഈ ഹദീസിലുണ്ട്. നോക്കൂ, വൈദാ റമൗ ബിൽ ജിമാർ, അവർ ജംറകൾ എറിഞ്ഞാൽ,
വൈദാ റമൗ ബിൽ ജിമാർ വഹലഖുർ റൂസ വസാറുൽ ബൈത. അപ്പൊ തവാഫും കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞു, മുടിയും കളഞ്ഞ് പിന്നെ ഇഫാദത്തിന്റെ തവാഫും കഴിഞ്ഞാൽ കേട്ടോളൂ, നാദാഹു മുനാദിം മിൻ ബത്നാലിൽ അർശി, അല്ലാഹുവിന്റെ അർശെന്ന അവർണ്ണനീയമായ അവാച്യമായ അതിഗംഭീരമായ സൃഷ്ടിയില്ലേ, ആ സൃഷ്ടിയാകുന്ന അർശെന്ന അത്ഭുത പ്രതിഭാസ സൃഷ്ടിക്കകത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മലക്ക് വിളിച്ചു പറയുന്നതാണ്, നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും പടച്ചവനും പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരായി നാട്ടിലേക്ക് മടങ്ങിക്കോ. അമല, ഇനി പണി തുടങ്ങിക്കോ. അർശിന്റെ ഉള്ളിൽ നിന്ന് മലക്ക് വിളിച്ച് പറയുമേ. ഇതെല്ലാം പറഞ്ഞു തന്നത് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ അതരത്തിന്റെ അക്ഷരങ്ങളുടെ ആശയത്തിന്റെ അനുമോദനത്തിന്റെ അഭിമാനത്തിന്റെ അഭിവാഞ്ചയുടെ ഹൃദയത്തിന്റെ തുടിപ്പായ ലോകത്തിന്റെ മുത്തായ മാരിഫത്തിന്റെ വിത്തായ ഈ മശരിക്കിനും മഗ്രിബിനും കഥ പറയാനുള്ള ലോകത്തിന്റെ കഥനക്കഥയേ, കടലിന്റെ കരയുടെ യത്തിന്റെ പരത്തിന്റെ പ്രതാപമേ, കൽബിന്റെ കവാടമേ, ഖിബലേ സുദറിന്റെ മിസ്ബാഹേ, അൽ ഹസൻ സുമ്മൽ ഹുസൈൻ ലിന്നബി റൈഹാനതൻ ഫാത്തിമ ഖുറത്തു ഐൻ ജദ്ദുഹും സല്ലു അലൈഹി, ഫാത്തിമ ഖുറത്തു ഐൻ ജദ്ദുഹും സല്ലു അലൈഹി. ഹജ്ജിന് പോകുന്നവരും ഉംറക്ക് പോകുന്നവർക്കുള്ള സമ്മാനമായി എളിയവൻ ഈ ഹദീസ് വിശദീകരിച്ച് അതിന്റെ സാരാംശ പ്രകാശനത്തിന്റെ പരിസമാപ്തിയിൽ മുത്ത് റസൂലുള്ളാഹിന്റെ മേൽ ഒരു 3 സ്വലാത്തിന് ഞാൻ യാചിക്കുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, എല്ലാരും ആ മഹാനായ പണ്ഡിതന്റെ ചികിത്സന്റെ ആവശ്യത്തിന് എന്റെ കയ്യിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സംഭാവന എല്ലാരും തരും. ഇഖ്റ ഹോസ്പിറ്റലില് ജീവൻ മരണ പോരാട്ടവുമായി ചെലവഴിക്കാൻ കാശില്ലാതെ ഭാര്യയും കുട്ടികളും കുടുംബവും കഷ്ടപ്പെടുന്ന പ്രഭാഷകനായ പണ്ഡിതന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും എൻ്റെ കൈ തരും ഇൻഷാ അല്ലാഹ്. ഇതന്നെയാണ് ദുആ. അള്ളാഹു കബൂലാക്കട്ടെ. ഇനി ദ്വാരക്കാനിരിക്കേണ്ട എല്ലാവരും പോയിക്കോളെ. ഇതന്നെയാണ് ദുആ ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു തന്നവർക്ക് ഏറ്റി തരട്ടെ. അള്ളാഹു അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസം നമുക്കാർക്കും അള്ളാഹു തആല തരാതിരിക്കട്ടെ. അള്ളാഹു ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, കിഡ്നി വീക്കിൽ നിന്ന്, അള്ളാഹു അറ്റാക്ക്, ക്യാൻസർ, സ്ട്രോക്കിൽ നിന്ന്, തളരുന്നതിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, പെടുന്നതിനുള്ള മരണത്തിൽ നിന്നൊക്കെ അള്ളാഹു ഇതിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കച്ചവടക്കാർക്കും